ഇന്നലെ ബിഗ് ബോസിനകത്ത് ഈ അടിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരാള് മാത്രം ഒരു കൂസലുമില്ലാതെ തന്റെ ജോലിയിൽ ഫോക്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. ആരാണെന്നല്ലേ? ജിസേലാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അത്യാവശ്യം നന്നായിട്ട് മൈൻഡ് ഗെയിം കളിക്കുന്ന വിരലിലെണ്ണാവുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ജിസേൽ. ബിഗ് ബോസിന്റെ ഹിന്ദി പതിപ്പിൽ പോയിട്ടുള്ള ജിസേലിന് ഈ ഷോ എന്താണെന്നും അവിടെ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും നന്നായിട്ട് അറിയാം. ഓഡിയൻസിന് ഒരിക്കലും ജിസേലിനെ കുറിച്ച് നെഗറ്റീവ് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി, മലയാളം അത്രയ്ക്ക് അറിയാത്ത, എനിക്ക് കുറച്ച് മലയാളം അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിയൻസിനെ വല്ലാണ്ട് ആകർഷിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയ്ക്കാണ് ജിസേൽ സ്വയം നമ്മളെ അവതരിപ്പിക്കുന്നത്. ജിസേൽ സംസാരിക്കുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഓഡിയൻസിനും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനൊക്കെ അപ്പുറം ഒന്നും അറിയാത്ത നിഷ്കളങ്ക എന്നുള്ള രീതിയിലാണ് ജിസേൽ അവിടെ നിൽക്കുന്നത്. എന്നാൽ അവിടെയുള്ള ആരെക്കാളും നന്നായിട്ട് ബിഗ് ബോസ് എന്താണെന്നും ആ ഗെയിം എന്താണെന്നും എങ്ങനെ കളിക്കണമെന്നും ജിസേലിന് നന്നായിട്ട് അറിയാം. എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും മാറ്റർ ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ജിസേൽ എങ്ങനെയാണ് അവിടെ ഗെയിം കളിക്കുന്നത്? ജിസേലിന് വേണ്ടിയിട്ട് ജിസേലിന് അങ്ങനെ ഒച്ചയിടാനോ ബഹളം ഉണ്ടാക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. അവിടെ ജിസേലിന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളിടത്താണ് ജിസേലിന്റെ വിജയം. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ ജിസേലിന് ചുറ്റും ജിസേലിന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചാടി വീഴാൻ അവിടെ ഒരുപാട് പേരുണ്ട്. ആരൊക്കെയാണ് അവരെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒന്ന് നെവിൻ. ജിസേലിനൊപ്പം എപ്പോഴും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും നെവിൻ. ഏറ്റവും വലിയ ജിസേലിന്റെ അസറ്റ് എന്ന് പറയുന്നത് ആര്യനാണ്. നോർത്ത് ഇന്ത്യൻസ് മലയാളം പറഞ്ഞാല് എങ്ങനെയിരിക്കും അതുപോലെയാണ് ആര്യനും അതുപോലെ തന്നെ ജിസേലും ഒക്കെ സംസാരിക്കുന്നത്. അത് കേൾക്കാൻ ഭയങ്കര രസമാണ് ആര്യം പറയുന്നതാണെങ്കിലും. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു ഐക്യം എപ്പോഴും കാണാനും കഴിയുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിലെ ജിസേലിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആര്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇപ്പൊ ജിസേലിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിൽ 1 ആര്യൻ, 2 നെവിൻ, 3 റന ഫാത്തിമ, 4 അക്ബർ, 5 അപ്പാനി ശരത്ത്. ഇനി 6, 7, 8 സ്ഥാനങ്ങളിൽ പോലും ആൾക്കാരുണ്ട്. ഇപ്പൊ സരിക ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സാബു ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഏതെങ്കിലും ഒരു രൂപത്തിൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഭിലാഷ് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഒരു പ്യൂർ സോളാണ് അഭിലാഷ് പറയുന്നത് ജിസേലിനെ കുറിച്ച്. ഈവൻ ഷാനവാസ് പോലും പലപ്പോഴും ജിസേലിനെ മാറിയും തിരിഞ്ഞുമൊക്കെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനി അതിനൊക്കെ അപ്പുറം ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ബിന്നിയുണ്ട്, രേണു സുധി പോലുമുണ്ട്. ബിഗ് ബോസ് വീട്ടിലെ മെജോറിറ്റി കണ്ടസ്റ്റൻസ് ഒരു 10 മുതൽ 15 പേര് പല രൂപത്തിൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ജിസേൽ എന്ന് പറയുന്ന ഗെയിമറിന്റെ വിജയമാണ്. ജിസേൽ അങ്ങനെ വല്ലാതെ നെഗറ്റീവ് ആവുന്നൊന്നുമില്ല. ജിസേൽ വഴക്കിട്ടാലോ ഒച്ചയിട്ടാലോ ഒന്നും അങ്ങനെ നെഗറ്റീവ് ആവുന്ന ഒരു ക്യാരക്ടർ അല്ല. വളരെ ലിമിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവരവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. മലയാള ഭാഷയിലുള്ള അവരുടെ പരിജ്ഞാനം വളരെ കുറവായതുകൊണ്ടും ഈ ഓവറായിട്ട് സംസാരിച്ച് ചളമാക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ജിസേൽ നെഗറ്റീവ് ആകാതെ അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കി ഒരു സൈഡിൽ കൂടെ പോകും. പക്ഷേ ജിസേൽ എന്ന് പറയുന്ന രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാവേറുകളായിട്ട് മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരും എതിർ